നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണോ നല്ല കട്ടി താടിയും മീശയും അതിനെ വളർത്താൻ കെമിക്കൽ പരമായിട്ടുള്ള കാര്യം ഒന്നും ചെയ്യേണ്ട, നാച്ചുറലായിട്ട് ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നല്ല കട്ടി താടിയും മീശയും വളർത്താനല്ലയോ? സാധിക്കും. ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ താടിയുടെയും മീശയുടെയും ഭാഗത്ത് ഒന്ന് തേച്ച് നോക്ക്. ഇപ്പം എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് മീശയും താടിയും പിരുകോ ഒന്നും വളരുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന മാറ്റം നിങ്ങൾക്ക് കിട്ടും. എന്താണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. വീഡിയോ എന്താന്ന് വെച്ചാൽ നല്ല കട്ടിത്താടിയും മീശയും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഈ പ്രാണ രോമം വളരേണ്ടത് അവിടെ ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ കാണാം ഗ്രോത്ത് ഇങ്ങനെ വരുന്നത്. ഇത് നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്താലും മറ്റുള്ള പ്രശ്നമൊന്നുമില്ല. അടുപ്പിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ചെയ്യാം. അതല്ല ഒന്നിരാടമാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒന്നിലും ചെയ്യാനായിട്ട് നോക്കുക. അടിപൊളി സംഭവമാണ്. പണ്ട് കാലം തൊട്ട് തന്നെ ആൾക്കാർ രോമം വളരാൻ വേണ്ടി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. താടിയും മീശയൊക്കെ വളരാൻ വേണ്ടി പണ്ട് കാലത്ത് ഇതൊക്കെയായിരുന്നു ചെയ്തത്. ഇന്നത്തെ പല പല ഓയിലുകളും മറ്റുള്ള ക്രീമുകളും ഒക്കെയാണ് തേക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. 100% റിസൾട്ട് കിട്ടുന്ന സംഭവമാണ്. എന്തായാലും കാര്യത്തിലേക്ക് പോകാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും അതിനെന്തൊക്കെ വേണമെന്നുള്ളതും അത് തയ്യാറാക്കുന്നതും കാണാം. അതിലേക്ക് പോകാം. കട്ടിത്താടിയും മീശയും വളർത്താൻ വേണ്ടിയുള്ള പാക്ക് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ: നമ്മുടെ കരിഞ്ജീരകമുണ്ടല്ലോ, അത് വേണം. അത് 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഉലുവ വേണം 1 ടേബിൾ സ്പൂൺ. ഈ കരിഞ്ജീരകമാണെങ്കിലും ഉലുവയാണെങ്കിലും ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ പൊടിച്ചെടുത്തോണ്ട് വന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂണോളം വേണം. നെല്ലിക്കാപ്പൊടി പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 സവാള വേണം. സവാള എടുത്തിട്ട് അത് മിക്സിയിലിട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ ഒരു പൊടി മിക്സ് ആക്കിയതിന് ശേഷം ഇനി സവാളയുടെ നീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുകയാണ്. സവാള നീര് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. സവാള നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടല്ലോ, ഒരു 7 എണ്ണം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതായത് കാസ്റ്റർ ഓയിൽ. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് അലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. വീട്ടിൽ തന്നെ അലോവേറ ജെല്ലിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ജെല്ല് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ച അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. അങ്ങനെ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. അലോവേറ ജെല്ല് ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അങ്ങനെ അലോവേറ ജെല്ല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പാക്ക് നൈറ്റ് ഇട്ടതിന് ശേഷം രാവിലെ ആവുമ്പോൾ നിങ്ങൾ കഴുകേണ്ടതാണ്. നൈറ്റാണ് ഈ ഒരു പാക്ക് ഇടേണ്ടത്. പകലിട്ടാലും കുഴപ്പമൊന്നുമില്ല. കൂടുതലും ടൈം ഇരിക്കുന്നത് നമ്മൾ നൈറ്റ് ഇടുന്ന സമയത്താണ് അത് ആ ഒരു ഭാഗത്തിരിക്കുന്നത്. ഇപ്പോൾ താടിയുടെ ഭാഗത്താണ് നിങ്ങൾ പുരട്ടുന്നതെങ്കിൽ താടി ഒന്ന് ഷേവ് ചെയ്തിട്ട് വേണം ഇത് പുരട്ടാനായിട്ട്. മീശയുടെ ഭാഗത്താണ് ഇടുന്നതെങ്കിൽ ജസ്റ്റ് മീശ ഒന്ന് ചെറിയ ഷേപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇതിട്ട് ഒരു ചെറിയ മസാജ് കൊടുക്കുക. അതിനുശേഷം കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. സംഭവം കിടിലൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, അടിപൊളിയല്ലേ സംഭവം? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്ക്. നല്ല രീതിയിൽ മാറ്റം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാൻ കൂട്ടുകാരെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.